ഹലോ ഗൈസ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കടുത്ത പനിയായിട്ട് ഞാൻ റെസ്റ്റായിരുന്നു. അപ്പോൾ ബ്ലോഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പനി എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പനിയായിപ്പോയി. പനി കഴിഞ്ഞിട്ട് 8 ദിവസത്തോളം ലീവ് എന്നിട്ട് ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു തലകറക്കം ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ കുറച്ച് റെസ്റ്റായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, പനി ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഞാൻ കമ്പനി വെച്ച് പെട്ടെന്ന് തലകറങ്ങി വീണ കാര്യം പറഞ്ഞില്ല. അന്നേരം പെട്ടെന്ന് എൻ്റെ സൂപ്പർവൈസർ അജോ സാറ് പെട്ടെന്ന് വരികയും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ പ്രമോദാണ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അജോ സാറ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു തന്നതിന് എനിക്ക് വളരെ വളരെ സുഖപ്പെട്ടു. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രിപ്പിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് അപ്പോൾ മരുന്നെല്ലാം ഡോക്ടർ കയറ്റി. അപ്പോൾ ഡോക്ടർ അന്നേരം പറഞ്ഞു ഇത് പനിയായിരുന്നുകൊണ്ട് 2 ദിവസം കൂടെ ലീവ് എടുത്തിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ 8 ദിവസം ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അജോ സാറ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തത് അത് എനിക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ, അതായത് ശേഖർ ഭായ് എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പഴവും പിന്നെ ആപ്പിളൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകർ ഒരുപാട് പേര് ഫോണിൽ കൂടെ വിളിച്ച് എൻ്റെ രോഗങ്ങളൊക്കെ അന്വേഷിച്ചു. അതുപോലെ വിനോയ് എബ്രഹാം 18-ാം പടി, പിന്നെ എൻ്റെ മാനേജർ വിന്നി സാറ് എൻ്റെ വാട്സപ്പിൽ കൂടി എൻ്റെ രോഗകാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ ഈ അസുഖമൊക്കെ ആയിട്ട് കിടന്നപ്പോൾ തന്നെ എന്നെ അന്വേഷിക്കുകയും ചെയ്തു. അത് വളരെ എനിക്ക് സന്തോഷം തോന്നുന്നു. കാരണം ഈ പനി വന്നിട്ട് അതുപോലൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അനുഭവിച്ച. പെട്ടെന്നൊരു വേറെ രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഒരു ഗിഫ്റ്റ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് കിട്ടിയിട്ട് ഒരാഴ്ചയായി. ആ ഒരാഴ്ചയായിട്ട് എനിക്ക് അൺബോക്സ് ചെയ്യാനോ ഒന്ന് നോക്കാൻ പോലും എനിക്ക് അതിനുള്ള മൂഡില്ലായിരുന്നു. അപ്പോൾ ഞാൻ 1 വർഷത്തിനുള്ളിൽ അത് മേടിക്കും തന്നെയാണ് ഇരുന്നത്. എങ്കിൽ അത് എനിക്ക് ഈ പനിയുടെ സമയത്ത് എനിക്കത് ലഭിച്ചു. അത് എനിക്ക് വളരെ സന്തോഷം തോന്നും. എന്താണെന്നറിയണ്ടേ? എന്താ നമുക്കറിയണ്ടേ? ഒന്ന് അൺബോക്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാമെന്ന്. ഇതാണ് ഗോപ്രോ 10. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടന്നു വന്ന ഒരു ഗിഫ്റ്റ്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഗോപ്രോ 10 ഞാൻ 1 വർഷത്തിനുള്ളിൽ മേടിക്കുമെന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് ലഭിച്ചിരിക്കുകയാണ്. അത് അൺബോക്സ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. കൂടുതലൊന്നും എനിക്ക് അറിയില്ലെങ്കിലും അത് കുറേയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള വിഷയിലും ഒക്കെ ഞാൻ ഇതിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗോപ്രോ 10 ഇതാ വരുന്നു. അടിപൊളി ഒരു ബോക്സിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ ജിമ്പലും ഗോപ്രോ 10 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. നല്ല അടിപൊളി ഒരു ബാഗിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സാധനം, നമ്മുടെ ഗോപ്രോ 10. നമുക്കൊന്ന് എടുത്ത് നോക്കാം അല്ലേ? അത് പോരുന്നില്ല. ഇതാണ് നമ്മുടെ ഗോപ്രോ 10. അവരുടെ ഗോപ്രോ 10 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റിക്കർ എടുക്കാം അല്ലേ? ബാക്കിലുണ്ട്, ബാക്കിൽ സ്റ്റിക്കർ എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ എടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
അത് ഭയങ്കര വൈഡാണ്. ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്യാമറയ്ക്ക് ഭയങ്കര ക്ലാരിറ്റിയും നല്ല വൈഡും ചെറിയൊരു സ്ക്രീനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ഇവിടെ നിന്നാണ് നമ്മുടെ വിഷ്വൽസിലൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാറ്ററി ഇടാനുള്ളത്. അപ്പം നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം അല്ലേ. ഇതാണ് ബാറ്ററി. നമുക്ക് 1 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ നേരത്തെ നമുക്ക് ബ്ലോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പം നമ്മൾ ബാറ്ററി ഇട്ടു. ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പണായി. ഇവിടെയാണ് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഡിസ്പ്ലേ എന്ന് വെച്ചാൽ നമുക്ക് നല്ല വൈഡും അതുപോലെ തന്നെ 4K നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4Kയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി ക്യാമറ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സ്റ്റിക്കുണ്ട്. സ്റ്റിക്ക് നമുക്കിതിൽ പിടിപ്പിച്ച് നോക്കാം. സ്റ്റിക്കിൻ്റെ ഈ താഴെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെയുള്ളതാണ് സ്റ്റിക്ക്. അത് നമുക്ക് പിടിപ്പിക്കാം. സ്റ്റിക്കിൻ്റെ ഇവിടെ നമുക്കൊരു സ്ക്രൂ ഉണ്ട്. നമുക്ക് പല ടൈപ്പ് സ്ക്രൂ ഉണ്ട്. ഒരു 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഇതാണ്. ഇങ്ങനെ സ്ക്രൂ ചെയ്യുക. ഒരു മീഡിയം ടൈറ്റ് മതി. നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പിടിച്ച് ബ്ലോ ചെയ്യാൻ പറ്റും. ഈ പൊസിഷനിൽ നമുക്ക് ബ്ലോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിലും ഇത് മൂവ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്യാം. പല ആംഗിളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റിക്ക് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. ഹൈറ്റ് ഇത്രയും കിട്ടും. നമുക്ക് ഹൈറ്റ് ഈ ലെവലിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യാം. ഈ ആംഗിളിലേക്ക് നമുക്ക് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്ലോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു സാധനം വെച്ചാൽ നമുക്ക് മേശയിലൊക്കെ നമുക്ക് ഇങ്ങനെ കടിപ്പിച്ചിട്ട് നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെൽമെറ്റിൽ പിടിപ്പിക്കാനുള്ളൊരു സാധനം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അത് 2 ടൈപ്പ് സാധനമുണ്ട്. ഹെൽമെറ്റിൽ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ആംഗിളിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ 2 പാർട്ട്ണർ സ്ക്രൂ വേറെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ബാറ്ററിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. സാധാരണ ഒരു ബാറ്ററി കിട്ടാറുള്ളൂ. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ബാറ്ററി കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയ ചാർജർ, നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു പോർഷൻ കൊണ്ട് 2 ബാറ്ററി നമുക്ക് ഒരേപോലെ നമുക്ക് ഇതിലിങ്ങനെ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 2 ബാറ്ററി ഒരേ ടൈമിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് സ്റ്റാർട്ടിങ്ങിൽ റെഡ് ആയിരിക്കും. പിന്നെ ഫുള്ളായി കഴിയുമ്പോഴത്തേന് ഇവിടെ 2 പച്ച കത്തും. നമുക്ക് 1 മണിക്കൂർ നേരത്തേന് ഒരു പോർഷൻ നമുക്ക് ബ്ലോ ചെയ്യാൻ പറ്റുന്നൊരു ബാറ്ററിയാണ്.
അഡീഷണൽ ഒരു ബാറ്ററിയും കൂടെ നമുക്ക് തന്നേക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളൊരു സാധനം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സേഫ്റ്റി കവറ്. സേഫ്റ്റി കവർ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പുറത്തേക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സേഫ്റ്റി കവറുണ്ട്. അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു മൈക്ക് നമുക്കിവിടെ കൊടുക്കാം. മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുകൂടെ ഈ ക്യാമറ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് തുറക്കാവുന്നൊരു ഇതാണ്. നമുക്കിത് തുറന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലെ കൂടെ നമുക്ക് ഇതിലൊരു സ്റ്റാൻഡിൽ വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാൻഡിൽ നമുക്ക് ഇങ്ങനെ ബ്ലോ ചെയ്യാൻ പറ്റും. ആ താഴെ വീണാൽ നമുക്ക് ഇതിനൊരു സേഫ്റ്റി ഉണ്ടായിരിക്കും. സേഫ്റ്റി കവറാണ് ഇത്. അഡീഷണൽ ആണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് GoPro 10 ഇതിൻ്റെ ഒറിജിനൽ വില 54,000 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ വില. ഇത് നമുക്ക് ഒരു സ്പോൺസറിങ് കൂടെ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ വില 48,999 രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പം നമുക്ക് ഈ GoPro 10 നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 2 ബാറ്ററിയും ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ അഡീഷണലാണ്. ഇതൊക്കെ ചാർജറൊക്കെ അഡീഷണലാണ്. നമുക്ക് കിട്ടിയത് ഇതൊരു പിന്നെ സ്റ്റിക്ക്, 2 ബാറ്ററി, ഇത്രയും സാധനമാണ് നമുക്ക് 48,999 രൂപ ഇതിൻ്റെ വില. എന്തായാലും അടുത്ത ഒരു ബ്ലോഗിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലായിരിക്കും. GoPro 10 ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത് എൻ്റെ കയ്യിൽ കിട്ടുമെന്ന്. ഞാൻ ഒരു വർഷത്തോളം പ്രയത്നിച്ചിട്ട് ഇത് എൻ്റെ കയ്യിൽ കിട്ടുമെന്നുള്ളതായിരുന്നത്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇത് കിട്ടിയത് എനിക്ക് വളരെ വളരെ സന്തോഷം. ഇത് തന്നയാൾക്ക് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്ര ഒരു ആളുടെ പേരൊന്നും പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇത് പിന്നെ ദുബായിൽ നിന്നാണ് നമുക്ക് ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പനിയായിട്ട് കിടപ്പിലായിരുന്നു. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരാഴ്ചത്തോളം ഇത് എൻ്റെ കയ്യിലിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല, ബ്ലോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ കടന്നു പോയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഇന്ന് ഒരു നല്ലൊരു മനസ്സും സന്തോഷവും ഇന്ന് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ അതെല്ലാം ഒരു സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ ഒരാളുടെ പേര് വിട്ടുപോയി. എൻ്റെ സൂപ്പർവൈസറായ സതീഷേട്ടൻ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ പനിയായിട്ട് ഞാൻ കിടന്നല്ലോ. അപ്പോൾ പുള്ളി അറിഞ്ഞില്ലായിരുന്നു. ആ ഫോണിൽ കൂടെ എന്നെ ബന്ധപ്പെട്ടു, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അദ്ദേഹം നല്ലൊരു പിന്നെ മനസ്സിൻ്റെ ഒരു ഉടമയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എക്സസൈസ് ചെയ്യണം, ഡ്യൂട്ടിക്ക് വരുമ്പോൾ നമ്മൾ കുറേ നടക്കണമല്ലോ, അപ്പോൾ എക്സസൈസ് ചെയ്യണം, ഫുഡിൻ്റെ കാര്യമൊക്കെ ക്രമീകരിക്കണം. അപ്പോൾ എൻ്റെ ഒരുപാട് സഹപ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പനിയായിട്ട് കിടന്നപ്പോൾ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് തന്നത്. അത് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്താണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് എൻ്റെ ജോലിക്കാർ, എൻ്റെ ഡ്യൂട്ടി സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നവർ ഒരുപാട് സന്തോഷത്തോടുകൂടി. കാരണം വെച്ചാൽ ഇവിടം വരെ എത്തിയത് തന്നെ അവരുടെയൊക്കെ ഒരു നേട്ടം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്ലോഗ് തുടങ്ങിയതുള്ളൂ. ആ ബ്ലോഗ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം എനിക്ക് കിട്ടിയപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നു. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് എനിക്ക്. ഈ അവസരത്തിൽ ഞാൻ അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇത് കിട്ടിയ അദ്ദേഹത്തിനും കുടുംബത്തിനും അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഇത് ഞാൻ ഒരിക്കൽ അവർ ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. അത് ഇവിടെയല്ല, ദുബായിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം ദുബായി പോകാൻ പറ്റിയാൽ ഞാൻ അവർ ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ വണ്ടർ ട്രിപ്പിൻ്റെ ഒരു പുതിയൊരു GoPro 10 കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം.